ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഡിസ്പ്ലേയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. വാഹനങ്ങൾ പെരുകി വരുന്ന ഈ കാലത്ത് തുടങ്ങാൻ കഴിയുന്ന ബിസിനസ്സാണ് സർവീസ് സ്റ്റേഷനുകൾ. ബൈക്ക് മുതലായവയുടെ വാഷിംഗ്, ടെഫ്ലോൺ ഇൻറ്റീരിയർ ക്ലീനിംഗ്, പോളിഷിംഗ് എന്നിവ ഉൾപ്പെടുത്തി തുടങ്ങാവുന്ന വളരെ നല്ല സാധ്യത ഉള്ള ബിസിനസ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വണ്ടി വാഷ് ചെയ്യാൻ ഒരു സർവീസ് സ്റ്റേഷനിൽ പോയപ്പോഴാണ് ഇതിൻ്റെ അവസരങ്ങൾ എനിക്ക് മനസ്സിലായത്. നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് കണ്ടുവരുന്ന വാഷിംഗ് മാത്രമുള്ള സ്റ്റേഷനുകളാണ് അധികവും. എന്നാൽ ആ ആശയം മുൻനിർത്തി പുതിയ നിലയിൽ അല്ലെങ്കിൽ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായി ഒരു സ്റ്റേഷൻ തുടങ്ങിയാൽ വളരെ നേട്ടമുണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ പറയുന്ന ആശയവും അതുപോലെ ഇതിനു മുന്നേ പറഞ്ഞ ആശയങ്ങളായാലും എല്ലാം തന്നെ എനിക്ക് നല്ലത് എന്ന് തോന്നിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചതാണ്. അതിൽ നിങ്ങൾ തീർച്ചയായും അതിൻ്റെ സാധ്യതകളും അതുപോലെ തന്നെ ആ ബിസിനസ്സിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളും അതിൻ്റെ ഭാവിയും നല്ലപോലെ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾക്ക് കംഫർട്ട് ആകും എങ്കിൽ മാത്രമേ ബിസിനസ് തുടങ്ങാവൂ. അതല്ലെങ്കിലും അങ്ങനെയാണ്. പക്ഷേ കുറച്ച് നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പഴയ സർവീസ് സ്റ്റേഷനുകൾ ഉണ്ടാകും. അതിൽ നിന്നും വ്യത്യസ്തമായി പുതുമയോടെ തുടങ്ങിയാൽ മാത്രമേ ഇതിൽ വിജയം കണ്ടെത്താനാകൂ എന്നതാണ് സത്യം. അതുപോലെ തന്നെ ഇന്ന് ഓട്ടോമാറ്റിക് വാഷിംഗ് ആണ് കൂടുതലായും കണ്ടുവരുന്നത്. മികച്ച സേവനം കാഴ്ചവെച്ചാൽ മാത്രമേ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രദേശത്ത് അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള സർവീസ് സ്റ്റേഷനുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അനുയോജ്യമായ മറ്റൊരു സ്ഥലം കണ്ടെത്തുക. തിരക്കിട്ട ജീവിതത്തിൽ ആളുകൾ വീടുകളിൽ വാഷിംഗ് നടത്താത്തത് മറ്റൊരു നേട്ടവും കൂടിയാണ് ഈ മേഖലയിൽ. നല്ല സർവീസ് മാത്രമാണ് കസ്റ്റമേഴ്സിൻ്റെ ലക്ഷ്യം. ഇന്നൊരു കല്യാണത്തിന് പോകുമ്പോൾ പോലും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് തങ്ങളുടെ വാഹനം വൃത്തിയായി കൊണ്ടുപോകുന്നവരാണ് ഇന്ന് അധികം പേരും. ഇന്ന് മിക്ക വീടുകളിലും കുറഞ്ഞത് 2-3 കാറുകൾ വരെ കണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം തന്നെ സർവീസ് സ്റ്റേഷനുകളുടെ ബിസിനസ് സാധ്യതകളാണ് വളർന്നു വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നല്ല സർവീസിങ്, ഫീഡ്ബാക്ക് എൻക്വയറി, പ്രൊവൈഡ് വാറൻറ്റി, കസ്റ്റമർ സപ്പോർട്ട്. നല്ല സർവീസ് ഈ ബിസിനസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം എന്നത് നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. അതും കസ്റ്റമേഴ്സിൻ്റെ അഭിരുചിക്ക് അനുസരിച്ച് നടന്നാൽ മാത്രമേ അവർ വീണ്ടും വാഷ് ചെയ്യാൻ വരികയുള്ളൂ. അതുകൊണ്ട് ബെറ്റർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ഫീഡ്ബാക്ക് എൻക്വയറി ഇന്ന് നമ്മൾ നാട്ടിൻപുറങ്ങളിൽ കണ്ടുവരുന്ന സർവീസ് സ്റ്റേഷനുകൾ എല്ലാം തന്നെ വരുന്ന വാഹനങ്ങൾ കഴുകി കൊടുക്കുക എന്നത് മാത്രമേ അവരുടെ ജോലിയായി കാണാൻ കഴിയുന്നുള്ളൂ. അവർ അതിനുശേഷം അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. അവിടെയാണ് നമ്മൾ യുണീക്കായി ചിന്തിക്കേണ്ടത്. തീർച്ചയായും ഫീഡ്ബാക്ക് എൻക്വയറി നടത്തുക. വന്ന കസ്റ്റമർ തന്നെ വീണ്ടും വരാൻ ബെറ്റർ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതിനുശേഷം അവരുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് നിങ്ങളുടെ ഗുഡ്വിൽ വളർത്തുവാനും കസ്റ്റമറുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സർവീസിലെ പോരായ്മകളെല്ലാം തന്നെ മനസ്സിലാക്കി ക്ലിയർ ചെയ്യാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഫീഡ്ബാക്ക് എൻക്വയറി നടത്തേണ്ടത് തീർച്ചയായും വളരെ അത്യാവശ്യമായ കാര്യമാണ്. മൂന്നാമതായി വരുന്നത് പ്രൊവൈഡ് വാറൻറ്റിയാണ്. സർവീസ് ചെയ്ത വാഹനങ്ങൾക്ക് വാറൻറ്റി പ്രൊവൈഡ് ചെയ്താൽ കസ്റ്റമറിന് വളരെ തൃപ്തി ഉണ്ടാകുന്നതാണ്. സർവീസ് ചെയ്ത പീരീഡ് മുതൽ ഒരു നിശ്ചിത കാലയളവ് വരെ വാറൻറ്റി പ്രൊവൈഡ് ചെയ്യുക. അത് തീർച്ചയായും ബിസിനസ് വളർച്ച ഉണ്ടാക്കുന്നതാണ്. കസ്റ്റമർ സപ്പോർട്ട് എന്താണോ കസ്റ്റമറിന് ആവശ്യം അത് മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ നല്ലപോലെ അവസാനം വരെയും കൂടെ നിന്ന് പ്രവർത്തിക്കുക. അതിന് അനുയോജ്യമായ തൊഴിലാളികളെയും വാഹനങ്ങളുമായി ബന്ധപ്പെട്ട മേഖലയിൽ കൂടുതൽ അറിവുള്ളവരെയും നിയോഗിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് ഒരുപാട് സർവീസ് സ്റ്റേഷനുകളിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു പോരായ്മയാണ് അത്.
കാറുകൾക്ക് 450 രൂപ വരെയും രൂപ മുതൽ 500 രൂപയും, ടൂ വീലറുകൾക്ക് 150 രൂപ വരെയും കഴുകി വൃത്തിയാക്കാൻ ഈടാക്കുന്ന സ്ഥാപനങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാർജിൽ നിന്നും അല്പം കുറഞ്ഞ തുക ഈടാക്കിയാൽ മാത്രമേ കസ്റ്റമറിനെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിയുകയുള്ളൂ. വാഷിങ്ങിനൊപ്പം പോളിഷിംഗ് തുടങ്ങിയ മൂല്യവർദ്ധിത സേവനങ്ങൾ കൂടി പ്രൊവൈഡ് ചെയ്തെങ്കിൽ മാത്രമേ ബിസിനസ് മുന്നോട്ട് പോകുള്ളൂ. അതിന് പ്രത്യേകിച്ച് ചെലവൊന്നും അധികമായി വരാറില്ല. അതിനാൽ വാഷിങ്ങിനൊപ്പം മൂല്യവർദ്ധിത സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തുക. ഒരു കോംബോ പാക്ക് ആയി കസ്റ്റമറിന് മുന്നിൽ അവതരിപ്പിക്കുക. ബിസിനസ് എങ്ങനെ വളർത്താമെന്ന് നോക്കാം. ബിസിനസ് വളരണമെങ്കിൽ തീർച്ചയായും കസ്റ്റമർ നിങ്ങളെ തേടി വന്നെങ്കിൽ മാത്രമേ ബിസിനസ് വളരുകയുള്ളൂ. ബിസിനസ് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി സ്പെഷ്യൽ സ്കീമുകൾ കൊടുക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫുൾ വാഷ് പ്ലസ് ഇൻറ്റീരിയർ ക്ലീനിങ് പ്ലസ് പോളിഷിംഗ്, ഇവ എല്ലാം കൂടി ഒരു കോംബോ പാക്കായി കൊടുക്കുക. അത് മാസത്തിൽ 1, 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം ഇത്തരം കോംബോ ഓഫറുകൾ കൊണ്ടുവരിക. അങ്ങനെയെല്ലാം വരുമ്പോൾ കസ്റ്റമർ നമ്മളെ തേടി വരുമെന്ന കാര്യം 100% ഉറപ്പുള്ളതാണ്. ഊബർ കാലഘട്ടം. ഇന്നത്തെ യൂബർ വളർച്ച അത്ഭുതപ്പെടുത്തുന്നതാണ്. ഓരോ പ്രമുഖ സർവീസ് സ്റ്റേഷനുകളിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ യൂബർ ഒരു ദിവസം കുറഞ്ഞത് 25 വണ്ടിയെങ്കിലും സർവീസിങ്ങിന് കൊണ്ടുവരുന്നതാണ് അറിയാൻ കഴിയുന്നത്. യൂബർ എന്നത് ടാക്സി ആയതുകൊണ്ട് അവരുടെ കസ്റ്റമറിന് എപ്പോഴും വൃത്തിയായിരിക്കണം വാഹനം എന്നത് നിർബന്ധമാണ്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. ടാക്സികൾ അതുകൊണ്ട് വാഷിംഗ് നടത്തേണ്ടത് നിർബന്ധിതരാകുന്നു. ആയതിനാൽ അവർക്ക് സ്പെഷ്യൽ ഓഫറുകൾ കൊടുത്താൽ യൂബർ ടാക്സിക്കാർ നിങ്ങളെ തേടി വരും എന്ന കാര്യം 100% ഉറപ്പുള്ളതാണ്. വാഷിംഗ് നിന്ന് മാറി പോളിഷിംഗ്, ഇൻറ്റീരിയർ ക്ലീനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ സർവീസ് ചെയ്യാൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ എന്ന കാര്യം ഓർമ്മ വേണം. ഇന്ന് പോളിഷിംഗ് എടുത്താൽ സെറാമിക് കോട്ടിംഗ് എന്ന പോളിഷിംഗ് ലെവൽ വരെ എത്തി നിൽക്കുന്നതായാണ് കാണാൻ കഴിയുന്നത്. ആദ്യത്തെ ടഫ്ലോൺ കോട്ടിംഗ് എന്ന രീതി മാറി ജനങ്ങൾ നല്ല രീതിയിൽ വണ്ടി സൂക്ഷിക്കുന്നതിന് വേണ്ടി സെറാമിക് കോട്ടിംഗ് എന്ന കുറച്ച് ചെലവ് കൂടിയ കോട്ടിംഗ് മെത്തേഡാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ രൂപയായി ഈടാക്കുന്നത് 25,000 രൂപ മുതൽ ചെറിയ വാഹനങ്ങൾക്ക് ഈടാക്കുന്നുണ്ട്. അതിന് മുകളിലോട്ടും ഈടാക്കുന്നുണ്ട്. അത് എത്രയാണെന്ന് അറിയില്ല. ഇനി ഓട്ടോമാറ്റിക് മെഷീൻ എത്ര രൂപ ചെലവ് വരുമെന്ന് നോക്കാം. ഏകദേശം 22 ലക്ഷം രൂപ വരെ ഓട്ടോമാറ്റിക് മെഷീന് വിലയായി വരുന്നുണ്ട്. ഇത് ഇന്ത്യ മാർട്ട് വെബ്സൈറ്റിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ്. ഇതിൽ കുറഞ്ഞ മെഷീനുകളിലും അവൈലബിൾ ആണ്. അത് നിങ്ങളെല്ലാം നല്ല പോലെ അന്വേഷിച്ച് തിരഞ്ഞെടുത്താൽ മതിയാകും. കുറഞ്ഞ ചിലവിൽ തുടങ്ങാൻ ലക്ഷ്യമെങ്കിൽ തീർച്ചയായും ഓട്ടോമാറ്റിക് മെഷീൻ്റെ ആവശ്യമില്ലാതെ സാധാരണ മെഷീൻ നോക്കി വാങ്ങിയാൽ മതിയാകും. അതാകുമ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ച് തുടങ്ങാൻ കഴിയുന്നതുമാണ്. വലിയ സർവീസ് സ്റ്റേഷനുകൾ ഉപയോഗിക്കുന്ന ഡ്രയർ സിസ്റ്റം, അതിന് ഏകദേശം വില വരുന്നത് 5 മുതൽ 6 ലക്ഷം രൂപ വരെയാണ്. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ബിസിനസ് മെച്ചപ്പെട്ടതിന് ശേഷം ഇതിനെക്കുറിച്ച് ചിന്തിച്ചാലൊക്കെ മതിയാകും. സെറാമിക് കോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ലിക്വിഡ് 6,000 രൂപ മുതൽ 12,000 രൂപ വരെയും വില ഉണ്ട്. അതനുസരിച്ചാണ് ഓരോ വാഹനത്തിലും സാധാരണയായി സെറാമിക് പോളിഷിങ്ങിന് റേറ്റ് നിശ്ചയിക്കുന്നത്. അത് നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിലൊക്കെ ലഭിക്കുന്നതാണ്. സെറാമിക് കോട്ടിംഗ് ആണ് ഇന്ന് കൂടുതലും ആഡംബര വാഹനങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നത്. തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് നോക്കാം. ജലത്തിൻ്റെ ലഭ്യത ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അനുയോജ്യമായ സ്ഥലം ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. സർവീസ് സ്റ്റേഷനുകൾക്ക് സ്ഥലം വളരെ പ്രധാനമാണ്. തുടങ്ങുന്ന സ്ഥലത്ത് മറ്റ് സ്റ്റേഷനുകൾ ഉണ്ടോ എന്ന് നോക്കി വേണം തുടങ്ങാൻ. ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ പഴയ രീതിയിലുള്ള സ്റ്റേഷനുകളാണ് ഉള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായി തുടങ്ങാൻ ശ്രദ്ധിക്കണം. വ്യത്യസ്തമായി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഐഡിയാസ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഐഡിയാസ് മാക്സിമം എന്തൊക്കെ നിങ്ങൾക്ക് പുതുമയായി കൊണ്ടുവരാൻ സാധിക്കും അതെല്ലാം കൊണ്ടുവന്ന ഇതിൽ പുതുമയാർജിച്ച് മാത്രമേ നമുക്ക് വിജയം കണ്ടെത്താനാകൂ. എങ്ങനെ തുടങ്ങാമെന്ന് നോക്കാം. 1. ഒബ്റ്റെയിൻ ദി ക്യാപിറ്റൽ നീഡ്, ആവശ്യമായ മൂലധനം നേടുക. 2. ഫൈൻഡ് ദി ബെസ്റ്റ് ലൊക്കേഷൻ ഫോർ യുവർ കാർ വാഷ്, മികച്ച ലൊക്കേഷൻ കണ്ടെത്തുക എന്നതാണ് രണ്ടാമതായി വരുന്നത്. മൂന്നാമതായി വരുന്നത് രജിസ്റ്റർ യുവർ ബിസിനസ്, നിങ്ങളുടെ ബിസിനസ് രജിസ്റ്റർ ചെയ്യുക.
നാലാമതായി വരുന്നത് പർച്ചേസ് ദ നെസസറി എക്യുപ്മെൻറ്റ് ആൻഡ് സപ്ലൈസ്, ആവശ്യമായ ഉപകരണങ്ങളും മറ്റും വാങ്ങുക. അഞ്ചാമതായി ട്രെയിൻ എംപ്ലോയീസ് ഓൺ ദി പ്രോപ്പർ പ്രൊസീജിയേഴ്സ്, എംപ്ലോയികൾക്ക് കറക്റ്റായി ട്രെയിനിങ്ങും മറ്റും കൊടുക്കുക. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് മാനുവൽ കാർ വാഷ്. ഇവിടെ പ്രധാന കഥാപാത്രം ജീവനക്കാരനാണ്. ഒരു സംരംഭകന് ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ പണം ലാഭിക്കാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനായി വേണ്ടത് ഹോസുകളും ബക്കറ്റ്, ഡിറ്റർജൻസ്, വാക്യൂം ക്ലീനർ എന്നിവയാണ്. പക്ഷേ ഭാവിയിൽ അത് ജീവനക്കാരനെ മാത്രം ആശ്രയിച്ചിരിക്കും. അടുത്തതായി ഓട്ടോമാറ്റിക് കാർ വാഷാണ്. ഈ ഓപ്ഷൻ നിരവധി ചിലവുകൾ ഉൾക്കൊള്ളുന്നു, പക്ഷേ എല്ലാ ജോലിയും ടെക്നീഷ്യൻ നടപ്പിലാക്കും. അത്തരമൊരു ബിസിനസ് ഉടൻ തന്നെ തിരികെ കൊണ്ടുവരാൻ കഴിയില്ല എന്നാൽ ലാഭക്ഷമത വളരെ ഉയർന്നതുമാണ്. ആവശ്യമായ ഉപകരണങ്ങളുടെ സെറ്റ് ഇതുപോലെ ആയിരിക്കും വരുന്നത്. വെള്ളം വിതരണം ചെയ്യുന്നതിനും ചൂടാക്കുന്നതിനുമുള്ള ഉയർന്ന സമ്മർദ്ദത്തിനുള്ള ഉപകരണം, കംപ്രസർ, ജലസ്നാന സംവിധാനങ്ങൾ, വാക്വം ക്ലീനർ, കഴുകൽ, ഡിറ്റർജൻസ് എന്നിവയാണ് സാധാരണയായി നമ്മൾ തുടങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന സർവീസ് സ്റ്റേഷനുകളിൽ വേണ്ട എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ ഓട്ടോമാറ്റിക് അല്ലാത്തതുകൊണ്ട് ചിലവ് കുറച്ച് നമുക്ക് തുടങ്ങാൻ കഴിയും. തീർച്ചയായും ഈ ആശയം നമുക്കെല്ലാം സുപരിചിതമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിച്ചും അതുപോലെ തന്നെ നല്ല രീതിയിൽ സ്റ്റഡി നടത്തിയും മാത്രം തുടങ്ങിയാൽ മതിയാകും. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ വേണ്ടി ചാനൽ ഷെയർ ചെയ്യുക.